കോൺഗ്രസിലെ കേരളത്തിലെ ചർച്ചകളിലേക്കാണ് ഇനി വാർത്താ മഴ കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് രാഹുൽ ഗാന്ധിയും കെ സുധാകരനും ഉൾപ്പെടെ സിറ്റിംഗ് എംപിമാരുടെ പേര് നിർദ്ദേശിച്ച് KPCCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പേരുകൾ കൈമാറി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെയും കണ്ണൂരിൽ കെ സുധാകരന്റെയും പേര് മാത്രമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ UDF തോറ്റ ആലപ്പുഴയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ 15ഇടത്തും സിറ്റിംഗ് എംപിമാരെ തന്നെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ച കെ സുധാകരന്റെ നിർദ്ദേശത്തോട് അംഗങ്ങൾ വഴങ്ങിയില്ല. തന്റെ പിൻഗാമിയായി കെ ജയന്തിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സുധാകരന്റെ ആവശ്യം. എന്നാൽ പട്ടികയിൽ കെ സുധാകരന്റെ പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ ഇടതുപക്ഷം ഉയർത്തുന്ന എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നിലപാട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിന് എതിർപ്പുയർന്നെങ്കിലും ഒടുവിൽ മറ്റു പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടില്ല. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ കാര്യത്തിലും സമാനമായിരുന്നു സ്ഥിതി. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയിട്ടില്ലാത്തതിനാൽ ആലപ്പുഴ ഒഴിച്ചിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പേരുകൾ നൽകിയത്. KC വേണുഗോപാൽ എത്തിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് നേതാക്കളുടെ താൽപ്പര്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയാൽ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം.